ബിന്ദു സുധാകരൻ, ലീല ചേച്ചി, ഷീല ടീച്ചറുണ്ട്, ലതിക, അതുപോലെ തന്നെ സന്ധ്യ വിശ്വഭരൻ, സുഷമ ടീച്ചറുണ്ട്, അതുപോലെ നിർമ്മല ഒറ്റപ്പാലം, ഇന്ദു സോമനാഥൻ, മാലചേച്ചി, നമ്മുടെ ഷെമിയ അല്ലേ, നല്ല ഭംഗിയുണ്ട്. തീർച്ചയായിട്ടും പറയാതെ പോകുന്നത് ശരിയല്ല. ഞാനൊരു ദിവസം വെറും വാക്ക് അല്ലെങ്കിൽ ചെറിയൊരു വെല്ലുവിളി ഞാൻ നടത്തിയിരുന്നു. ഇത് വെല്ലുവിളി ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചില്ല. ഷെമിയ ആ വെല്ലുവിളി ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചില്ല. വെല്ലുവിളി ഏറ്റെടുത്തത് മാത്രമല്ല, അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ വരുന്ന പ്രൊമോയിൽ വരുന്ന വീഡിയോയുടെ അതേ ക്വാളിറ്റിയിൽ ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. സാധാരണ ഞാൻ കുറെ എഡിറ്റിംഗ് ഒക്കെ നടത്താറുണ്ട്. ഇതിൽ ഒരു എഡിറ്റിംഗ് നടത്തേണ്ടി വന്നില്ല. ക്യാമറ പക്കയാണ്, ഒരു ചെരിവോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല, കറക്റ്റ് ആണ് പക്ക. അതുപോലെ തന്നെ ആ സീനറിയുടെ വിഷ്വൽസ് അത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഒരു കാരണവശാലും ഒരാളും ഒരു ഡൗട്ടും പറയില്ല. വളരെ കൃത്യമായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനായിട്ട് പ്രത്യേകത. അതുകൊണ്ട് ഷെമിയ ഏറ്റെടുത്ത വെല്ലുവിളി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. എല്ലാവരും തീർച്ചയായിട്ടും നല്ലൊരു കൈയടി കൊടുക്കണം. അവിടെ ഇരുന്ന് എല്ലാവരും ഒന്ന് കൈയടിച്ചാൽ മതി. ഓക്കെ, ഇവിടെ വെറുതെ ഇരിക്കുന്ന ആളുകളുണ്ട് എന്ന് ഞാൻ പറയില്ല. കാരണം എപ്പോഴും വീട്ടിൽ ജോലികളുണ്ട്, എല്ലാവർക്കും ജോലികളുണ്ട്. പക്ഷെ എല്ലാ ജോലികളുടെ ഇടയിൽ ചില റിസ്കുകൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരെ അഭിനന്ദിക്കാതെ ഇപ്പൊ ഞാൻ ഷെബിയെ കൂടുതലായിട്ട് പറയുന്നത് ഷെബിയെ മാത്രം പ്രത്യേകത. ഷെബിയെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ജോലിക്ക് പോകുന്നുണ്ട്. ആ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ജോലി റിസ്ക് ഉള്ള പോലെ അത് ചെയ്യുന്നുണ്ട്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ക്ഷമയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ടില്ല, ഇത് ഒരാളുടെ പ്രകൃതം കാണുമ്പോൾ. അപ്പൊ അത് തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം. അതിനിടയ്ക്കാണ് ഈ വീഡിയോ എടുത്ത് അയക്കുന്നത് എന്ന് നിങ്ങൾ കൂടി ചിന്തിച്ചു നോക്കണം. അപ്പൊ നോക്കുക, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതായത് സിംഗിൾ വീട്ടിൽ നമുക്ക് ഹസ്ബൻഡ് ഉണ്ട് എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും കുറെ കാര്യങ്ങൾ അവിടെ ഏൽപ്പിക്കാം. പക്ഷെ ഇതില്ലാതെ ഒരു വീടിന്റെ എല്ലാ ചുമതലകളും ഏറ്റെടുക്കുകയും ജോലിക്ക് പോവുകയും വീട്ടിലെ ജോലികൾ ചെയ്യും, കുട്ടികളുടെ കാര്യങ്ങൾ നിൽക്കുകയും ചെയ്യുമ്പോൾ ഒരു മൾട്ടി പർപ്പസ് എന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ആ ആള് അതിനിടയിൽ ഒരു വെല്ലുവിളി, ഞാൻ വെറുതെ വെല്ലുവിളിച്ച ഏറ്റെടുത്തിട്ട് ഇതുപോലെ ഒരു വീഡിയോ അയക്കുക. ആ വീഡിയോ പെർഫെക്റ്റ്, പറയാതെ നിവർത്തിയില്ല, അല്ല പെർഫെക്റ്റ് ആയിട്ട് അയക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് സമയമില്ല എന്ന് പറയുന്നവരുടെ, ഞാൻ ഒരിക്കലും സമയമില്ല എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇഷ്ടംപോലെ സമയമുണ്ട്. അതുപോലെ സമയമില്ല എന്ന് പറയുന്നവരോടും അതുപോലെ മാറി നിൽക്കുന്നവരോടും എനിക്ക് പറയാനുള്ള സംഭവം, നമ്മൾ മാറി നിന്നൊന്നും ഒന്നും ആവില്ല. ഇതെല്ലാം എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടതാണ്. ഇപ്പോ ഞാൻ പറഞ്ഞ വെച്ചാല് മോൻ പുറത്ത് പഠിക്കാൻ പോകാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ ഒന്നും ചെയ്തു കൊടുക്കില്ല, ഒരു കാര്യം ഞാൻ ചെയ്തു കൊടുക്കില്ല. അതാ മുഖത്തൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒരു കാര്യം ഞാൻ നിനക്ക് ചെയ്തു തരില്ല, നീ തന്നെ പോയി ചെയ്തു, നീ ചോദിച്ചോളൂ, എന്തൊക്കെ സംശയം ചോദിച്ചോളൂ, പറഞ്ഞുതരാം. പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്തു തരില്ല, എല്ലാ കാര്യം അവൻ തന്നെ പോകും. അതുകൊണ്ട് ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരു സുപ്രഭാതത്തിൽ അവൻ തന്നെ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് അതിന്റെ പ്രത്യേകത. പക്ഷെ ഞാൻ പരാജയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ എന്റെ പ്രിയതമയുടെ അടുത്ത് ഞാൻ പൂർണ്ണ പരാജയമാണ്. ഒരു കാര്യം തന്നെ ചെയ്യില്ല. അതിന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം തന്നെ ചെയ്യില്ല. കൂടെ നിന്നാൽ ചെയ്യും എന്നുള്ള ഇതാണ്. അത് നല്ലതല്ല. നമ്മൾ എപ്പോഴും ഒരു എക്സ്പീരിയൻസ് അതിന് നല്ലതാണ്. എല്ലാവരും ഇന്ന ആളെ കണ്ടുപഠിക്കൂ എന്ന് ഞാൻ പറയാറില്ല. മാറ്റങ്ങളുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല, സമയമില്ല എന്നവരോട് പറയാനുള്ള ഒരു ഉത്തരം ഷെബിയാണ്. ഓക്കെ, പിന്നെ